ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയ്ക്ക് പോവാണ്. എനിക്ക് കണ്ട് കുളിക്കാത്ത പോലെ ഉണ്ടോ ഗൈസ്? ഞാൻ കുളിച്ചു. നമ്മളിപ്പോൾ കൺസേ പിക്ക് ചെയ്തിട്ട് ജന്തുവിൻ്റെ വീട്ടിൽ പോകുന്നു. ഹായ് ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞു. കഥ പറയാം. ഞങ്ങൾ 10 മണി 9:15 സിനിമയ്ക്ക് അതിനെല്ലാം കാരണം ആരാണ്? ഞാൻ കക്കൂസിലാണ്. എന്തെങ്കിലും വീഡിയോ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റോറേജ് അല്ലേ പ്രശ്നം. ഇവിടെ ഒരാൾ ഒരുങ്ങോടി സോപ്പൊക്കെ സ്റ്റുഡിയോയിലാണ് കൺസിക്ക് ഇത് വേണം, പക്ഷേ അക്കൗണ്ടിൽ 1 രൂപയും വെച്ചാണ് സ്റ്റുഡിയോ. ഇവിടെ കാശുകാരി ഉണ്ട്. കാശുകാരിക്ക് പാൻറ് എടുക്കാൻ വന്നതാണ്. അവിടെ ടീഷർട്ടിന് മാച്ചായിട്ടുള്ളതില്ല. ഞാനൊരു പച്ച ഉടുപ്പ് മേടിച്ച് പറഞ്ഞോ. ഇല്ല. ഏത് പച്ച? ഒരു ഗുളുഗുള ഇതുപോലെ ഇരിക്കത്തില്ല പച്ച. ഇവരവിടെ നോക്കണ്ട. അവൾ തീരുമാനിച്ചു അവൾക്കുള്ളത്. അതെന്ത് ബില്ലടിക്കാൻ കൊടുത്തില്ല. പാട്ടൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഇവിടെ എല്ലാം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറേ മേടിക്കാൻ തോന്നും, പക്ഷേ പൈസ അമ്മയായിട്ടൊരു വരവരൊക്കെ ഞാനും നാണല്ലോ ഇത് പറയാൻ. 22 വയസ്സുണ്ട്, ജോലി ഇല്ലാതെ വീട്ടുകാരുടെ പൈസ. അന്നൊരു ദിവസം ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് വീട്ടുകാരെ കൊണ്ടുവന്ന് 5000 രൂപ ഇരിക്കുകയാണ്. അതിന് ഓഫർ ഇല്ലാതെ ചെറുതായെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു 10,000 കഴിക്കണം. ഭയങ്കര ചിലവ് ഇവളെ കൊണ്ട്. ഇവളെ കെട്ടുന്നവൻ എന്ത് ചെയ്യും? കെട്ടുന്നവൻ നോക്കുന്നത്. ലോൺ എടുത്ത് വേണം ഇവളെ വളർത്താൻ. ഇതാണ് നമ്മൾ മേടിച്ച പാൻറ്. സന്തോഷം കണ്ടോ? പൈസ പോയതിൻ്റെ അത്ര സന്തോഷം. ഇനി ഇവിടുത്തെ എല്ലാം വേണം. എല്ലാത്തിനും ഓരോന്ന് വീതം മേടിച്ചാൽ ആളച്ഛൻ്റെ പേര് അംബാനി. കൻസർ കണ്ടോ? കൻസറെ വീട് ഹോം ടൂർ വരും. വീട് കാണിച്ചു തരാം ഗൈസ്. എന്നിട്ട് പറയണം ഇവള് റിച്ചാണോ ഇല്ലയോ എന്ന്. ഇവള് ദാരിദ്ര്യം പറയും എപ്പോഴും. ഇത് ഞാനിത് കാണിക്കുന്നു. ബൈ ഗൈസ്, ഞങ്ങൾ പോവാണ്. സ്റ്റുഡിയോ കഴിഞ്ഞിരിക്കും. ഇതെല്ലാം വേണം എനിക്കും. ഓ, ഇവിടെ കണ്ടൊരു കുഴിയില്ല പണ്ട് വൃത്തി ഞാനും കൂടെ വീണത്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു സാഹസികമായ യാത്രയിൽ. എന്താണ് ഇവിടെയാണ് വീട്. 2 മഹത് വ്യക്തികൾ വീണ സ്ഥലം. ഞാൻ വെള്ളത്തിൽ വീണു. പലന്നടിച്ചെന്നല്ല, ഇങ്ങനെ വന്ന് ജന്തുവായിരുന്നു ഡ്രൈവർ. അത് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് പണ്ട് വൃത്തി വീണത്. എത്ര മനോഹരമാണ് ഈ ഗ്രാമം. ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്ന്. ഭയങ്കര വെയിൽ. പക്ഷെ വെയിലാ. എവിടോട്ട് പോകും? പുഞ്ചപ്പാടം. ഓ, കൻസടിക്കും ഒരു ഭ്രാന്തിയായിട്ട് പോയാലും ഇടും. വെയിലടിക്കാതിരിക്കാൻ ന്യൂ ടെക്നോളജി. സോക്കേട് നോക്കണം. നട്ടുച്ച സമയം കാണിക്കൂ. സമയം കാണില്ല. 1:33 സമയം. ഉച്ചക്ക് നല്ല പൊരിഞ്ഞ വെയിലത്ത് ഇവക്ക് ഫോട്ടോ എടുക്കണം. എന്നാ അത് ഇടുവോ? അതുമില്ല. ആ തമിഴത്ത് വണ്ടി വെച്ചാൽ മതി. നമ്മള് വീണെടുത്ത് അങ്ങോട്ടൊക്കെ പോകാൻ പാടുണ്ടോ എനിക്കറിയാം. ചെളിയുള്ള വെള്ളം. കഞ്ചറ ഫോട്ടോഗ്രാഫിയാണ്. ഇവിടാണ് വെളിച്ചം.
കേസ് നമ്മൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റീൽസിലൊക്കെ കാണത്തില്ലേ, ഷോർട്ട് കട്ട് വഴി മാത്രം പോകുന്ന അതുണ്ട്. എടാ കൺസേൺ റിച്ച് അല്ല ഗൈസ്. ഫിനിഷ്ഡ് ബിരിയാണി ഈറ്റിംഗ് ഫിനിഷ്ഡ്. എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രീ ഇപ്പോഴും കഴിക്കുന്നില്ല. ഓ കഞ്ചൊക്കെ ഫ്ലാറ്റ്, കഞ്ച പാത്രം നോക്കി അന്നാച്ച പോയി ഞങ്ങൾ മയക്കാണ്. നോക്ക് ഗൈസ്, നിങ്ങൾ ഈ വീട് കാണണം. പക്ഷെ ഇതിന്റെ ഒരു ഹോം ടൂർ ഞാൻ ഇടുന്നതായിരിക്കും. സെപ്പറേറ്റ് വ്ലോഗായിട്ട് തന്നെ വരുന്നതാണ്. കൊട്ടാരം പോലത്തുള്ള വീട്. എന്നിട്ടും പറയും പൈസ ഇല്ല, ദാരിദ്ര്യമാണ് ഗൈസ്. പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട വീട്ടിൽ ഹായ് ഗൈസ്. ഉറക്കത്തിൽ എണീച്ചുള്ളൂ ഗൈസ്. അതാണ് മുഖം ഏങ്കൂടിച്ച് പറയും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി റെഡിയാവണം. ആദ്യം ഞാൻ ഈ ഉടുപ്പെടുത്തിട്ടു, കാണുന്നുണ്ടോ? ആൻഡ് ഒന്നാമത് ഞാൻ ബൊമ്മയെ പോലെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതുകൂടി ഇട്ടപ്പോൾ ഒന്നുകൂടെ ബൊമ്മയായി. സോ ഡ്രസ്സുമായിട്ട് റെഡി ആയിട്ടില്ല. ഉടുപ്പിട്ടത് ഇതൊരു ഇങ്ങനെ കീഴാണ്. ബാരി ഈ കണ്ണാടി കിട്ടും. ഇത് വെളിയില അല്ല താഴെ കീഴായിരുന്നു. ഇതാണ് കഴിച്ചതിൻ്റെ ഔട്ട്ഫിറ്റ്. ബീച്ചിൽ പോകാൻ ഇത്രയും സിംപ്ലിസിറ്റി മതിയോ? അപ്പോൾ ഞാൻ അവർ എന്താ പറയുക. ഇതാണ് കഴിച്ചാൽ നേരത്തെ പറഞ്ഞ കുട്ടി. ഇതാണ് വീടിൻ്റെ അടുത്തുള്ള പട്ടി. അഴീക്കൽ ബീച്ചിലാണ് നിൽക്കുന്നത്. തിരിച്ചു കാണിച്ചു കൊടുക്കാൻ ഒരു മിനിറ്റ്. ആണ് ഗൈസ്, ബീച്ചിൽ എല്ലാവരും ഉണ്ട് ഗൈസ്. ഭയങ്കര തിരക്കാണ്. നോക്കൂ, ഭയങ്കര തിരക്കാണ്. ഒക്കെ വേണ്ട കാര്യം. അടുത്ത പറ. അടുത്ത എന്തുവാ? വെട്ടത്തേന്ന് പറ അല്ലേ? കറുത്തിച്ച് അവിടെ അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് തന്നെ ആ സോസ് കഴിച്ചു. നല്ല ചേല ഇതാരിരുന്നേ അടി ഇവിടെ. ഇപ്പൊ വീണ അയ്യോ. അപ്പോൾ ഞങ്ങൾ അടുത്ത തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണ എന്താണ്? കോളിഫ്ലവർ. ബീച്ചിൽ വരാൻ പറ്റിയ എസ്തെറ്റിക് ലുക്കാണ്. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ അഴീക്കൽ ബീച്ചിലാണ്. ഗൈസ് കാടമുട്ട തിന്നു ഞാൻ. കാടമുട്ട. അയ്യോ അതിൻ്റെ വീഡിയോ എടുത്തില്ല. കാടമുട്ട വരട്ടോ? കാടമുട്ട വരട്ട് കഴിച്ചു. ഇനി എരിക്കുന്നു. ഇനി എരി മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഐസ്ക്രീം കഴിക്കാൻ പോവാ. ഒട്ടത്തെ പോലെ ഞങ്ങൾ എന്ത് ഇരുട്ടത്തോട് കൊണ്ടുപോകും.